അതായത് 3,20,000 രൂപ 2013 വണ്ടി അല്ലേ? 13 വണ്ടി. അതിൻ്റെ അകത്ത് ഒരു 25,000 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 2,95,000 രൂപ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺറൂഫ് ഉള്ള നല്ലൊരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 25 കിലോമീറ്ററിനകത്ത് മൈലേജും കിട്ടും. 2,45 2011 ഡീസൽ കംഫർട്ട് ലൈൻ പോളോ ആരെങ്കിലും നോക്കിക്കോളൂ. മാക്സിമം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഡിസ്കൗണ്ടിൽ തരും. തീർച്ചയായിട്ടും 5.5 ചോദിക്കുന്നത്, മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും അല്ലേ? 5.5 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. അതും 2018 മോഡൽ റീ ആണ്, പ്ലാറ്റിനം ടൈപ്പ് ആണ് കേട്ടോ. ഒരു 2.95 കൊടുക്കാം. തീർച്ചയായിട്ടും ലോൺ ഒരു 3.20 കയറ്റി കൊടുക്കാം. 3.20 ലോണും കയറ്റാം. അടിപൊളി. അപ്പൊ എന്തായാലും ഏകദേശം ഒരു 10-30,000 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് തരും. പവറിന്റെ കാര്യത്തിലും മൈലേജിന്റെ കാര്യത്തിലും ഒരു കുറവുണ്ടാവില്ല. എന്താ പ്രൈസ് പറയുന്നത്? പ്രൈസ് 3.45 ആണ്. കുറച്ച് കൊടുക്കാം അല്ലേ? അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. 5,35,000 രൂപ ഫുൾ ലോണിൽ ജാസ് ഡീസൽ വേണ്ടവർ നോക്കിക്കോളൂ. അതായത് ഈ 2.95 ലോൺ കിട്ടും. നിങ്ങൾക്ക് കുറച്ച് പൈസ അങ്ങോട്ട് തരും കേട്ടോ. അതായത് നെഗോഷ്യബിൾ ആയി കഴിയുമ്പോൾ അല്ലേ? നല്ലൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. കാരണം ഞാൻ നിർബന്ധം പറയാം. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഓൾമോസ്റ്റ് ഒരു 150ഓളം വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആണ്. ഞാനിന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകരയിൽ നിന്ന് നിങ്ങൾ ഏകദേശം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൻ്റെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അത് എത്തുന്നതിൻ്റെ ഒരു 3 കിലോമീറ്റർ മുമ്പായിട്ട് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനെന്നുള്ളത്. ഇന്നത്തെ ഞാൻ കാണിക്കുന്ന വണ്ടികളുടെ വിലകൾ ശരിക്കും നിങ്ങൾ ഞെട്ടൂട്ടോ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും വില കുറച്ച് അത്രയും ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി വണ്ടികളാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഏകദേശം 2-3 വീഡിയോ വരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയധികം ലോ ബഡ്ജറ്റ് വണ്ടികളും അത്യാവശ്യം കുറച്ചധികം ഫോർച്യൂണർ, ടൊയോട്ട അങ്ങനെയുള്ള കുറച്ച് വണ്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും നമ്മുടെ സാബിത്തൊക്കെയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ കാർക്കാടിലിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ വർഷത്തിൽ എത്ര പ്രാവശ്യം ഇതേപോലെ ഒരു മേള നടത്താറുണ്ട്? നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം മൂന്നാമത്തെ മേളയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയ്ക്കും ബഡ്ജറ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റും. അതെ, മാക്സിമം കസ്റ്റമർക്ക് കുറച്ചിട്ട് ചെയ്യാം, അതാണ് ലക്ഷ്യം. ചെയ്യാൻ പറ്റാല് മാർച്ചിന് മാക്സിമം സ്റ്റോക്ക് ഒഴിവാക്കുക. അതെ, എന്നുള്ള ലക്ഷ്യം. റെന്റിങ് ആയതുകൊണ്ടല്ലേ? റെന്റിങ് ആണ്. പിന്നെ റമദാനാണ്. റമദാൻ ഓഫറായിട്ട് മാക്സിമം വണ്ടികൾക്ക് മാക്സിമം റൈറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ യാർഡ് വരുന്നത് ഇവിടെ കൊട്ടപ്പുറത്താണ് വരുന്നത്. കാർക്കരാടിൽ എന്ന് പറഞ്ഞ യാർഡ് വരുന്നത്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് പ്രത്യേകം റെന്റിന് എടുത്തിട്ട് ഒരു മാസത്തേക്കാണ് വിചാരിച്ചത്. ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കണേ. ഓക്കെ, പെരുന്നാളൊക്കെ ആയതുകൊണ്ടല്ലേ? ഓക്കെ. അപ്പോൾ പെരുന്നാളിന് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വണ്ടികൾ ഇവർ തരും. ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരും ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒന്ന് കാണുമ്പോൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതൊരു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആകും അല്ലേ? നല്ല വില കുറച്ച് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇവരുടെ കംപ്ലീറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ മേലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കാറ്റലോഗ് അടക്കമുണ്ട്. ആ കാറ്റലോഗിൽ ഇവിടെ കിടക്കുന്ന മുഴുവൻ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അത് നോക്കിയാൽ മതി. നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വണ്ടികളുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഈ ഒരു പോളോ എന്ന് പറഞ്ഞു വെൻഡോ അല്ലേ? വെൻഡോ എന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർക്കാടിലെ ഈ ഒരു എപ്പിസോഡിലെ ഫസ്റ്റ് വണ്ടി വെൻഡോയാണ്. വെൻഡോ എനിക്ക് തോന്നുന്നത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഏതാ മോഡലൊക്കെ? ഇത് 2013 മോഡൽ ഹൈലൈൻ ആണ് വരുന്നത്. 13 ഹൈലൈൻ, അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? 1.5 ഡീസലും കൂടിയാണ്. അത്യാവശ്യം നല്ല പവർ ആൻഡ് പെർഫോമൻസ്, അതിന്റെ കൂടെ തന്നെ മൈലേജും ഉള്ള വണ്ടി. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് യാത്രാസുഖം തന്നെയാണ്. ടയർ ഭാഗങ്ങളെല്ലാം ഒരു 70% ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ് ആയിട്ട് അതൊരു ഗ്ലാസ് റീപ്ലേസ് ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് അല്ലേ? ഓക്കെ. ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്ന വില തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത് കിലോമീറ്റർ ഓടി? 1 ലക്ഷം ഓടിയില്ലേ? എനിക്ക് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? ഹിസ്റ്ററി വേണ്ടവർക്ക് വേണമെങ്കിൽ വോൾസ്വാഗനിൽ ചോദിച്ചാൽ എടുത്തു കൊടുക്കുക അല്ലേ? പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു വണ്ടീൻ്റെ പോലും നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. ഏത് വണ്ടീൻ്റെ ഹിസ്റ്ററി വേണമെങ്കിലും നിങ്ങൾ എടുത്തിട്ട് വന്നാൽ മതി. അതായത് ഗ്രില്ലും കാര്യങ്ങളും മാറി ഫേസ് ലിഫ്റ്റ് ചെയ്തൊരു വണ്ടി. ഇത് കണ്ടാൽ ഇപ്പോൾ ഏകദേശം ഒരു 17-18 വണ്ടിയാണെന്നേ പറയുള്ളൂ അല്ലേ? എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? പ്രൈസ് 3.20 ചോദിച്ചത്. ഈ ഒരു 25,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അതായത് 3,20,000 രൂപ 2013 വണ്ടി അല്ലേ? 13 വണ്ടി. അതിൻ്റെ അകത്ത് ഒരു 25,000 രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 2,95,000 രൂപ. അതിലും നെഗോഷ്യബിൾ അല്ലേ? വന്നിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്തോളൂ. ഒരു വണ്ടി പോലും ചെക്ക് ചെയ്യാണ്ട് എടുക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അല്ലേ? കാരണം വാറന്റിയും ഗ്യാരണ്ടി ഒന്നും കൊടുക്കുന്നില്ല. അതെ, വണ്ടി വന്നിട്ട് മാക്സിമം ഇവിടെ ഓതറൈസ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ കമ്പനി കൊണ്ടുപോയി കാണിക്കണമെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കട്ടോ. അതൊക്കെ ഒരു 2.95 കൊടുക്കാം. തീർച്ചയായിട്ടും ലോൺ ഒരു 3.20 കയറ്റി കൊടുക്കാം. 3.20 ലോണും കയറ്റാം. അടിപൊളി. അപ്പൊ എന്തായാലും ഏകദേശം ഒരു 10-30,000 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് തരും.
അതായത് റമദാനൊക്കെ അടിച്ചു പൊളിക്കാനുള്ളൊരു പൈസ അങ്ങോട്ട് കൊടുക്കുക അല്ലേ? അതെ അതെ. ഓക്കെ, ഇനി അടുത്ത പോലെ റെഡ് കളറിലുള്ള പോളോ ആണെങ്കിലോ? പോളോ 2011 മോഡലാണ്. ഇത് 11 അല്ലേ? 11 കംഫർട്ട് ലൈനാണ്. അടിപൊളി. അതായത് 11 മോഡലാണെങ്കിലും വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അലോയ് വീൽസും കാര്യങ്ങളും അലോയ് വീൽസ് ഇല്ല അല്ലേ? ഫ്രണ്ട് 2 പുതിയ ടയർ ഉണ്ട് കേട്ടോ, അലോയ് വീൽ ഇല്ല. കംഫർട്ട് ലൈൻ ആണല്ലോ അല്ലേ? കംഫർട്ട് ലൈൻ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ വിൻഡോ വരും. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. 11 ഡീസൽ തന്നെയാണോ ഇത്? അതെ, ഡീസൽ. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടെന്ന് അറിയോ? കിലോമീറ്റർ വരുന്നത് അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയുണ്ട്. അതൊക്കെ ഏകദേശം ജെനുവിനാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, ജെനുവിനാണല്ലേ? കാര്യമായ വേറെ അപാകതകളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 1.5 അത്യാവശ്യം നല്ല പവറും പെർഫോമൻസും എല്ലാം ഉള്ള ഒരു കിടിലം വണ്ടി. എന്തായാലും നമുക്ക് വില വയ്ക്കുന്നത്? ഇത് വരുന്നത് 2,45,000 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. എത്ര കൊടുക്കും? അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ടോ? കസ്റ്റമർ വന്നിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ അതിലൊരു 25 രൂപ ഡിസ്കൗണ്ട് പറഞ്ഞില്ല. അല്ല, നമ്മൾ പ്രത്യേകം നമ്മൾ കൊടുക്കുന്ന ഓഫറാണ്. അത് ഓരോ വണ്ടിക്കും ഉണ്ടാവും. പക്ഷേ ചില വണ്ടികൾക്ക് ഉണ്ടാവില്ല. നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ ആയിട്ട് കുറച്ച് വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഡിസ്കൗണ്ട് അല്ല, മാക്സിമം കസ്റ്റമറെ വിളിച്ചിട്ട് പാർക്കിംഗ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? റേറ്റ് കുറച്ച് കൊടുക്കാം മാക്സിമം. ഓക്കെ, അപ്പോൾ എന്തായാലും 245-ന് 2011 ഡീസൽ കംഫർട്ട് ലൈൻ പോളോ ആരെങ്കിലും നോക്കിക്കോളൂ. മാക്സിമം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഡിസ്കൗണ്ടിൽ തരും കേട്ടോ. തീർച്ചയായിട്ടും. ഇനി ഇതാണെങ്കിലോ? 2018 മോഡൽ എറ്റിയോസ് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. GDSP എന്ന് പറയുന്ന വേരിയന്റ്. 18 മോഡലാണല്ലേ? 18 മോഡൽ. ഓക്കെ, 18 ഇത് എത്ര ഓടി ഉണ്ടാവും? 18 ഏകദേശം 1 lakh above ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നവർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കോളൂ. റീവണ്ടിയാണ്. കാര്യമായിട്ടുള്ള എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? ഇല്ല, ഇത് മേജർ ആയിട്ടൊന്നും പറയാനില്ല. അല്ലേ? ഓക്കെ, പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് പോലും മാറാത്ത വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 18 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. ഡീസൽ വണ്ടി അല്ലേ? ടാക്സി പർപ്പസിലാണ് മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ടാക്സി അല്ല, നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാനാണ് 20 മേലെ മൈലേജ് ഉള്ള ഡീസൽ വണ്ടി അല്ലേ? അതെ, തീർച്ചയായിട്ടും. ടൊയോട്ടയാണ്, ഒരു കംപ്ലൈന്റും വരുമോ ഇല്ല. ടാക്സിക്കാരാണ് നമുക്ക് കൂടുതൽ ഈ വണ്ടി കൊണ്ടുപോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ടാക്സി കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്, ലോൺ ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ ഫുൾ ലോൺ ചെയ്യാം. വിലയും കൂടി കേട്ടോ. 2018 മോഡൽ ഡീസൽ എന്താ വില വരുന്നത്? 5.5 ചോദിക്കുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തും കൊടുക്കാൻ പറ്റും അല്ലേ? തീർച്ചയായും. 5.5 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. അതും 2018 മോഡൽ റീ ആണ്, പ്ലാറ്റിനം ടൈപ്പ് ആണ് കേട്ടോ. ഇനി അത് ഫുൾ ഓണും കയറും കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫുൾ ഓണുള്ള വണ്ടികൾ നമ്മൾ പറയാം. ഇനി ഇതാണെങ്കിലോ? ഇത് വെർണ SX ആണ്, 2012 മോഡലാണ്. 12 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. അലോയ് വീൽസ് വരുന്ന വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ ഒരുവിധം എല്ലാ വണ്ടികളിലും കുറച്ച് പൊടി ഉണ്ടാവും. ഒന്നാമത് ഹൈവേ സൈഡാണ്, പൊടിയുള്ള ഒരു ഗ്രൗണ്ടും ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊടി നിങ്ങൾ നോക്കണ്ട, അതൊക്കെ നിങ്ങൾക്ക് അടിപൊളി വൃത്തിയാക്കിയിട്ട് പോളിഷൊക്കെ ചെയ്തേ തരുള്ളൂ. ഇത് ഡീസലാണല്ലേ? ഡീസൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടൂലേ? തീർച്ചയായിട്ടും. 1.6 ഡീസലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പവറിന്റെ കാര്യത്തിലും മൈലേജിന്റെ കാര്യത്തിലും ഒരു കുറവുണ്ടാവില്ല. എന്തായാലും ഒരു 18 മേലെ സുഖമായിട്ട് മൈലേജും കിട്ടും. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാറ്റലോഗിൽ വന്നിട്ട് ഏത് വണ്ടിയാന്ന് മെൻഷൻ ചെയ്തിട്ടാൽ മതി. നമ്മൾ ആ വണ്ടിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അല്ല, എന്താണെന്ന് മെൻഷൻ ചെയ്യാണ്ട് തന്നെ വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ കാറ്റലോഗ് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റും. അതിലെല്ലാ ഡീറ്റെയിലും കൊടുക്കും. ഫോട്ടോ അടക്കം ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, തീർച്ചയായും. അത് നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതിന്റെ പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് പൊടിയൊന്നും ഇല്ലാത്ത ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് കയറി നോക്കിയാൽ മതി. കാരണം ഈ 100-150 വണ്ടി കഴുകി നടക്കണ കാര്യമല്ല അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് 11 പറഞ്ഞേ? 2012 മോഡൽ. 12 അല്ലേ? 12 മോഡൽ. ഏകദേശം 2.60 ലോൺ ചെയ്യാം. റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എന്താ പ്രൈസ് പറയുന്നത്? പ്രൈസ് 3.45 ആണ്. കുറച്ച് കൊടുക്കാം അല്ലേ? സ്പെഷ്യൽ ഓഫർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സ്പെഷ്യൽ അല്ല, നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം റേറ്റ് ബാർഗൻ ചെയ്തിട്ട് കുറച്ച് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് സംസാരിച്ച് നോക്കൂട്ടോ. അത് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റിൽ തരും. ഇനി സെയിം സാധനം ഒരെണ്ണോടി ഉണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 2013 SX ആണ് വരുന്നത്. 13 SX അല്ലേ? ഓക്കെ, ഒരു വർഷം കൂടി കയറി കിട്ടി. പിന്നെ ഇത് എത്ര ഓട്ടോ ഒക്കെ? ഇത് വരുന്നത് അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. ഇതും ഡീസൽ 1.6 തന്നെയാണ്. ഇതിന്റെ ഇന്റീരിയർ ഒരു രക്ഷയില്ലാട്ടോ, നല്ല ക്ലീൻ ആണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും ആ ഒരു മോഡൽ ആയതുകൊണ്ട്. അലോയ് വീൽസ് ഇല്ല. ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു 4 ഏകദേശം പുതിയ ടയറാണ്. ക്ലീൻ വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു ഡോക്ടർ യൂസ് വണ്ടിയാണെന്ന് തോന്നുന്നു. ഒരു സിമ്പിളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ. ഡീസൽ 1.6 മൈലേജ് ഉള്ള വണ്ടി. എന്താ പ്രൈസ് വരുന്നത്? ഇത് 3.50 ചോദിക്കുന്നുണ്ട്. 20 രൂപ ഡിസ്കൗണ്ട് നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റും അല്ലേ?
അത് കുറച്ച് കൊടുക്കാം കസ്റ്റമർ വരട്ടെ. അതെ, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ കാരണം നമ്മൾ വീഡിയോയിൽ കയറിയിട്ട് നിങ്ങൾ വില കൂടുതലാണ് അല്ലെങ്കിൽ മാക്സിമം ലോൺ ചെയ്യേ. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ കയറും അല്ലേ? 13 കൂടി ആണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നോക്കിക്കോട്ടെ, നല്ലൊരു ഡീസൽ വണ്ടി വരണ സെഡാൻ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 3,60,000 രൂപ, 20,000 രൂപ ഓൾറെഡി ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. ഇനി ഇതാണെങ്കിലൊക്കെ ഇത് വരുന്നത് 2011G ആണ് വരിക. 11G ടോപ്പ് ആൻഡ് വേരിയന്റ്. അൾട്ടീസ് ആണ് കേട്ടോ, 11 മോഡലാണ്, ഡീസലാണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെത്ര ഓട്ടോ ഒക്കെ? ഇത് 160 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 60 ഒക്കെ ജെനുവിൻ ആണോ? 160 ആണ് ഓടിയിട്ടുള്ളത്. 160 അല്ലേ? 160 ആണെങ്കിൽ പോലും അത് ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റുമോ? അത് ചെക്ക് ചെയ്തോട്ടെ, അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യല്ല. ടാറ്റ് ചെക്ക് ചെയ്യുക കാര്യങ്ങൾ. നമുക്ക് എന്താ വെച്ചാൽ ഈ വണ്ടി വരുന്ന സമയത്ത് ഈ കിലോമീറ്റർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് കൂട്ടാനോ കുറക്കാനോ കഴിയുന്നില്ല. അതെ, അത് ഓൾറെഡി തിരിച്ചിട്ടാണോ വന്നേന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ചെക്ക് ചെയ്തോട്ടെ. പക്ഷേ എന്താ വെച്ചാൽ മാക്സിമം ചെക്ക് ചെയ്തിട്ട് തന്നെ റീ രജിസ്ട്രേഷൻ വണ്ടി ആകുമ്പോൾ മാക്സിമം കസ്റ്റമറോട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മെയിൻ ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഫ്രണ്ടിലെ ഗ്ലാസ്സിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് എന്നല്ലാതെ മാറിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതെന്തായാലും ബോണറ്റ് മാറിയില്ല എന്ന് 100% ഉറപ്പാണ്. അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ഫിറ്റിങ്ങും കണ്ടാൽ തന്നെ അറിയാം. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ വണ്ടിയുടെ മാക്സിമം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളുണ്ട്. ബാക്കിൽ 2 പുത്തൻ ടയറുകളൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ കുറവാണ്. ഇതെന്ത് പ്രൈസ് വരും നമുക്ക്? ഇത് 399 നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല. കുറയുമല്ലോ അല്ലേ? മാക്സിമം കുറച്ച് തന്നെ ചെയ്യാൻ പറ്റുമോ? 11 ഡീസൽ വണ്ടി, മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇത് ഹോണ്ട സിറ്റി ആണ്. വി ആണ് ഓപ്ഷൻ. വി റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ അല്ലേ? ഇത് ഡീസലാ? ഡീസൽ. ഓക്കെ, ഡീസൽ വണ്ടിയാണ് കേട്ടോ. വി എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ് വീൽസ് ഉണ്ടാവില്ല. 2015 മോഡല്. 15 ആണ്. ഓട്ടോ എത്രയാ? ഓട്ടം വരുന്നത് 160 ആണ്. ഇത് റീ ആയതുകൊണ്ട് തന്നെ ഈ കിലോമീറ്റർ ജെനുവിൻ ആണോ? അത് നോക്കാം, ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കാം. അടിപൊളി. മെൻഷൻ ചെയ്ത് 160 ആണ്. 160 അല്ലേ? പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, മേജർ റീപ്ലേസ് ഒന്നും ഇല്ല. റീവണ്ടി ആകുമ്പോൾ ചിലപ്പോൾ ചില പീസുകൾ റീപ്ലേസ് ഉണ്ട്. പക്ഷെ ഇത് ഫ്രണ്ട് ഗ്ലാസ് ഒന്നും റീപ്ലേസ് കാണുന്നില്ല. അത് ഫ്രണ്ട് ഗ്ലാസും ബോണറ്റ് റീപ്ലേസ് അല്ല കേട്ടോ. ബമ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ കാര്യമായ സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ഈ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കൂലേ? ഓ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഫ്ലഡ് എഫക്റ്റഡ് വണ്ടികൾ മറ്റേ ടോട്ടൽ ലോസ് വണ്ടിയൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കൂല അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ 15 മോഡൽ വി 160 ഓടിയ വണ്ടി എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 450 ചോദിക്കുന്നുള്ളൂ. മാക്സിമം കുറച്ച് തന്നെ ചെയ്യാം. 480. 4,80,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. 15 മോഡലും കൂടിയാണ്, ഡീസലാണ്, നല്ല മൈലേജ്, 25-നടുത്ത് മൈലേജും കിട്ടും. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് വന്നിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൈസൊക്കെ നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആയി കിട്ടുള്ളൂ. ഇതിന് ഏകദേശം ഒരു നല്ല പൈസ ലോൺ കയറില്ലേ? എത്ര? 4 ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുൾ ലോണും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ജാസ് കാണിച്ചു തരാം. ജാസിൻ്റെ പഴയ ഷേപ്പാണ്, പക്ഷെ നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഈ ബമ്പർ സൈഡിലെ ചെറിയ 1-2 സ്ക്രാച്ചസ് വെച്ചാൽ വേറെ ഒരു കുഴപ്പവും ഈ വണ്ടിയിൽ കാണാനില്ല. ഇത് ഏതൊക്കെയാണ് മോഡൽ? 2015 മോഡൽ വി ആണ് വരുന്നത്. ഐ ഡി ടെക് എഞ്ചിനാണ്, ഡീസൽ ആണല്ലേ? ഓക്കെ, ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് 20-ന് മേലെ കൺഫേം മൈലേജ് കിട്ടും. അത് ട്രാഫിക്കിൽ തന്നെ, ഹൈവേയിലാണെങ്കിൽ 25-ന് മേലെയും കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ ഇത് എത്ര ഓടിയുണ്ട്? ഇത് വരുന്നത് അറൗണ്ട് 125 ഓടിയിട്ടുണ്ട്. 125 ഓടി. കറക്റ്റ് ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? പക്കയാണ്. ഇതൊക്കെ കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി. റീ വണ്ടി ആണെങ്കിൽ അത് റീ വണ്ടിയാണെന്ന് എക്സ്ട്രാ പറയാട്ടോ. നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കാം. ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ്, ഒരു കുഴപ്പവും പറയാനില്ല. 4 പുത്തൻ ടയറും ഉണ്ട് അല്ലേ? അതെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 15 വി എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെയാണ് കേട്ടോ. VX ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് തന്നെ 535 ചോദിക്കുന്നുണ്ട്. റേറ്റ് നോക്കണ്ട, വന്നോട്ടെ. എന്നിട്ട് മാക്സിമം കുറച്ചിട്ട് ചെയ്യാം. ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. 5 ലക്ഷം രൂപ ലോൺ കയറ്റും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ നിങ്ങൾ വന്നിട്ട് ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചോളൂ, ചിലപ്പോൾ പൈസ അങ്ങോട്ടും കൊടുക്കാം. അല്ലേ? അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. 5,35,000 രൂപ ഫുൾ ലോണിൽ ജാസ് ഡീസൽ വേണ്ടവർ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ i20 ആണെങ്കിലൊക്കെ ഇത് i20 2012 വണ്ടി കേട്ടോ. 12 ഫ്ലൂയിഡിക് ഷേപ്പ് ആണ് കേട്ടോ. ഡീസലാണോ? 13 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഫ്ലൂയിഡിക് ടൈപ്പ് ആണ് വരിക. ഡീസൽ എഞ്ചിന്, സ്പോർട്സ് വേരിയന്റ് വരിക. സ്പോർട്സ് ആണ്, സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. അടിപൊളി. അതുപോലെ തന്നെ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ് ഉണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഒറ്റനോട്ടത്തിൽ കാണുന്നില്ല കേട്ടോ. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയും ചെറുതായിട്ടേ ഉള്ളൂ, അത് കാര്യമായിട്ട് പറയാനുമില്ല. ഇന്റീരിയർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആ കമ്പനി വന്ന സീറ്റ് കവറാണ് അല്ലേ? നല്ല വൃത്തിയുണ്ടോ? കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഓട്ടോ എത്രയൊക്കെ? ഓട്ടോ വരുന്നത് അറൗണ്ട് 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 1 ലാക്ക്. അതൊക്കെ ജെനുവിൻ ആയിരിക്കുമല്ലോ ഏകദേശം? നിങ്ങൾ ഹിസ്റ്ററി നോക്കിക്കോളൂ കേട്ടോ. ഹിസ്റ്ററി നോക്കിയിട്ട് മാത്രം വന്നാൽ മതി. പിന്നെ വേറൊരു ഗുണം, 12 മോഡൽ 13 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. എന്താ പ്രൈസ് വരുന്നത്?
പ്രൈസ് വരുന്നത് 295 കുറച്ച് കൊടുക്കാം. കുറയൂ അല്ലേ? ഇതൊക്കെ ഫുൾ ഓൺ സുഖമായിട്ട് കയറൂലേ? സുഖമായിട്ട് കയറും. ഓക്കെ. അപ്പോൾ എന്തായാലും 2,95,000 രൂപ നെഗോഷ്യബിൾ പ്രൈസാണ്. ഫുൾ ഓൺ കയറും. ഇതും ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് ഈ 295 ലോൺ കിട്ടും, നിങ്ങൾക്ക് കുറച്ച് പൈസ അങ്ങോട്ട് തരും കേട്ടോ, അതായത് നെഗോഷ്യബിൾ ആയി കഴിയുമ്പോൾ അല്ലേ? നിങ്ങളൊന്ന് സംസാരിച്ചോളൂ. 13 മോഡൽ i20 ഡീസൽ ഫ്ലൂയിഡിക് ആണ്. ഇനി ടെറാനോ ആണെങ്കിലോ? ടെറാനോ 2016 മോഡല് XL വരിക. XL 16 XL എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസൽ അല്ലേ? ഡീസൽ 85 ആണോ? 85. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല ക്ലീൻ വണ്ടിയാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള ഒരു സ്ക്രാച്ചസും ഇല്ല, ഡെന്റ് ഇല്ല, ഒന്നുമില്ല. 62,000 ഓടിയേ ഉള്ളൂ കേട്ടോ. അത് ജെനുവിൻ ഓട്ടാണ്. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. അടിപൊളി. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു കിലോമീറ്റർ, ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് നല്ലൊരു ബെനിഫിറ്റിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. 640 ചോദിക്കുന്നുണ്ട്. 20,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിമേല്. 620. അതെ, അതിലും ഡിസ്കൗണ്ട് വരില്ലേ? അതെ, ഫുൾ ലോൺ കയറാം. 6 ലക്ഷം ലോൺ കയറ്റി കൊടുക്കാം. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലോൺ കിട്ടും. ചെറിയ ചില്ലറ എന്തെങ്കിലും അങ്ങോട്ടും കൊടുക്കും, ഒരു എണ്ണ അടിക്കാനുള്ള. തീർച്ചയായിട്ടും അടിപൊളി. പിന്നെ പ്രൊഫൈലൊക്കെ പക്കയായിരിക്കണം കേട്ടോ ഈ പറഞ്ഞ സംഗതികളൊക്കെ കിട്ടണമെങ്കിൽ. അതായത് 2016 XL വെറും 62,000 പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അലോയ് വീലുണ്ട്, ടയർ വാങ്ങുന്ന 80% ഉണ്ട്. 645 വില അല്ലേ? 640. 20 ഡിസ്കൗണ്ടും ഉണ്ട്. നിലവിൽ ചോദിക്കുന്ന 620 കേട്ടോ. 16 വണ്ടി, 85 PS. ഇനി ഇതാണെങ്കിലോ? ഇത് 2015 മോഡലാണ്. റീരജിസ്ട്രേഷൻ GDSP വരിക. GDSP. ഓക്കെ. ഈ GDSP എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നൊരു വണ്ടിയാണ് അല്ലേ? എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ട് 2 ടയർ പുത്തൻ ടയർ യോക്കോമാൻ്റെ കിടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് ശരിക്കും കുറച്ച് കുറവാണ്, ഒരു 60% കൂട്ടിയാൽ മതി. ഇത് പ്ലാറ്റിനം ആക്കിയിട്ടില്ല. ആ കമ്പനി വന്ന അതേ കണ്ടീഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാറ്റിനം ആക്കാം. ഒരു 10-15,000 രൂപയുടെ ചിലവേ ഉള്ളൂ. ഇന്റീരിയറും നല്ല നീറ്റ് ഇന്റീരിയർ. ഇത് ഓട്ടോ എത്രയാണ്? ഇത് കിലോമീറ്റർ 1 lakh റീരജിസ്ട്രേഷൻ വണ്ടിയല്ലേ? എടുത്തോട്ടെ. പിന്നെ 15 ആണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയും കൂടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 440 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ഒക്കെ കയറൂലേ? സുഖമായിട്ട് കയറണ്ടാണല്ലേ? 4,380 അങ്ങനെ കയറണ്ട അല്ല. അപ്പോൾ നമ്മൾ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഓൺ ആക്കി കൊടുക്കാം. തീർച്ചയായിട്ടും. അടിപൊളി. നമ്പർ നോക്കിക്കോളൂ, നമ്പർ നോക്കി വെച്ചോളൂ. എല്ലാ വണ്ടീൻ്റെയും ഏതെങ്കിലും വണ്ടീനെ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെ വന്നാൽ മതി. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കോൺടാക്ട് ചെയ്യുക. എത്രത്തോളം നെഗോഷ്യബിൾ ആക്കി തരാൻ പറ്റുമോ അത്രത്തോളം നെഗോഷ്യബിൾ ആക്കി തരുകയും ചെയ്യും. 440 അല്ലേ? ഇനി ഇതാണെങ്കിലോ? സിറ്റി. ഇത് വരുന്നത് ഫുൾ ലോഡ് വണ്ടിയാട്ടോ. VX ആണ്. 2014 മോഡൽ ഡീസൽ. 14 ഡീസൽ അല്ലേ? അത് സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. 14 എനിക്ക് തോന്നുന്നു VX അല്ലേ ഇത് വേരിയന്റ് വരിക? അത് നമുക്ക് നമ്പർ ആക്കി കൊടുക്കട്ടോ. നമ്പർ ആക്കിയിട്ട് ഇതിപ്പോൾ നിലവിൽ ഡൽഹി രജിസ്ട്രേഷൻ ആണ് കേട്ടോ. 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടി പിന്നെ ഓടാത്തൊന്നും ഉണ്ടാവില്ല. ഇന്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. കമ്പനി ഇൻഷുറൻസ് അടച്ച് നമ്പർ ആക്കിയിട്ട് 5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. വരുന്ന വണ്ടി കേട്ടോ. അടിപൊളി. അതായത് ഇവിടെ പേപ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു 1 ലക്ഷം റുപ്യനകത്ത് എന്തായാലും പേപ്പർ ആക്കാൻ പറ്റില്ലേ? ഒന്നിന് മേലെ വരും തോന്നുന്നു അല്ലേ? നമ്മളിവിടെ പേപ്പർ ആക്കിയിട്ടാണ് കൊടുക്കുക. പേപ്പർ ആക്കിയിട്ട് കൊടുക്കും. ഇവിടെ പേപ്പർ ആക്കി ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. അടിപൊളി. ഡിസ്കൗണ്ട് ചെയ്യാം അല്ലേ? കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ? മേജർ ഒന്നും ഇല്ലല്ലോ? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺറൂഫ് ഉള്ള നല്ലൊരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 25 കിലോമീറ്ററിനകത്ത് മൈലേജും കിട്ടും. ഇത് മിസ് ചെയ്യണ്ട കേട്ടോ, അത് നോക്കിക്കോളൂ. പേപ്പർ ആക്കിയിട്ടാണ് തരുന്നത്. ഇനി ഇതാണെങ്കിലോ? ഇത് എസ്ക്രോസ് 2015 മോഡല് ഡെൽറ്റ വേരിയന്റ് കേട്ടോ. 15 ഡെൽറ്റ ഡീസലാണ് അല്ലേ? അതായത് എനിക്ക് തോന്നുന്നു എസ്ക്രോസിന്റെ സീരീസിലെ ഫസ്റ്റ് വണ്ടികളിലൊന്നും. ഇത് ഓട്ടം എത്രയാണ്? ഇത് ഓട്ടം വരുന്നത് അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh 1 ലക്ഷത്തി സംതിങ് ഓടിയിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. കാര്യമായ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കാര്യമായിട്ട് റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. ഇത് ഡെൽറ്റ ആണെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഒന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പാക്ട് SUV എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണല്ലേ? ഇത് ഓടിച്ചിട്ടുള്ളവർക്കറിയാം. അത്യാവശ്യം നല്ല യാത്രാസുഖവും കംഫർട്ടൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 535 നമുക്ക് 15,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിമേല്. 535 അപ്പോൾ 520. അടിപൊളി. പിന്നെ ഇത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ബാർഗൈൻ ചെയ്തിട്ട് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഒരു 5 രൂപേൻ്റെ ഉള്ളിലൊക്കെ പോവോ? മാക്സിമം നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ തരും. 5 ലക്ഷം ലോൺ കയറുക. 480 5 ലക്ഷം ലോൺ കയറും അല്ലേ? അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 ലക്ഷം റുപ്യേനുള്ളിലൊക്കെ നിങ്ങളിവിടെ വന്ന് വണ്ടി കണ്ട് സംസാരിച്ചോളൂ. മാക്സിമം തരും. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ചെയ്ത് കൊടുക്കും. ഒരു ചില്ലറ പൈസ അങ്ങോട്ടും കൊടുക്കാം ലോൺ അല്ലേ? അപ്പോൾ എന്തായാലും ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. നല്ല ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി ഇത് ബ്രസ വീഡിയോ 2017 മോഡലാണ്. 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർ വണ്ടി. ഒന്നേ ഓടിയിട്ടുള്ളൂ അല്ലേ?
ഓക്കെ 17 VDI എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷനാണ്, അത്യാവശ്യം ക്ലീൻ വണ്ടിയാണ്. പിന്നെ ടയർ വാങ്ങലുണ്ട്, അലോയ് വീല് കമ്പനി വരുന്നത് തന്നെയാണല്ലേ? അതെ അതെ. വീഡിയോയിൽ എന്തെങ്കിലും ഓപ്ഷൻ വന്ന വണ്ടിയാണോ? എങ്ങനെ വീഡിയോയിൽ ഓപ്ഷൻ വന്ന വണ്ടിയാണോ? അല്ലല്ല, അത് അലോയ്സ് ചെയ്താണല്ലേ? 17 ആ, കാരണം കമ്പനി വീലാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതെ അതെ, വീഡിയോയിൽ അന്നത്തെ ഇതിൽ വരുന്നില്ല. അതെ അതെ, നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. 1 ലക്ഷത്തിന് ഹിസ്റ്ററി കറക്റ്റ് എടുത്ത് കൊടുക്കാം അല്ലേ? ഹിസ്റ്ററിയുള്ള വണ്ടികളൊക്കെ സിംഗിൾ ഓണർ കറക്റ്റ് 10 ഹിസ്റ്ററിയുള്ള വണ്ടികളുണ്ട്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ 17 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓടിയിട്ടുണ്ട്. വണ്ടി ഡീസൽ വണ്ടിയല്ല, മാക്സിമം ഓടും. അതെ, ഡീസൽ വണ്ടി ഓടാത്ത വണ്ടി എടുത്താലും അബദ്ധമാണ്. അതെ അതെ, ഓടിയ വണ്ടികളാണ് ഏറ്റവും നല്ലത്. 1 ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ കറക്റ്റ് ജെന്യൂൻ സർവീസ് ഉണ്ടാവും. മെക്കാനിക്കലി ഫിറ്റ് ആയിരിക്കും. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ വില വരുന്നത്? 695 കുറച്ച് കൊടുക്കുന്നുണ്ട്. 17 ഡീസൽ VDI അലോയ് വീൽ അടക്കമുള്ള വണ്ടി 695. എന്തായാലും ഒരു 6,000 രൂപ ലോൺ കിട്ടില്ലേ? തീർച്ചയായിട്ടും. ഫുൾ ലോൺ ആയി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ നെഗോസിയേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫുൾ ലോണിൽ പ്രസ അതേ കളറിൽ ഒരു 18 ZDI ഉണ്ട് കേട്ടോ. 18 ZDI അല്ലേ? അന്നത്തെ എനിക്ക് തോന്നുന്നു, അതായത് ZDI പ്ലസ് അല്ല അല്ലേ? ZDI. അതെ, ബട്ടൺ ഷാർട്ട് ഉണ്ടാവില്ല, ബാക്കി ഒരു എല്ലാ സാധനവും ഉണ്ടാവും. ഈ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. 18 ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 18 വരുന്നത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? ഹിസ്റ്ററി ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഇവിടുത്തെ വണ്ടി എന്ന് വെച്ചാൽ മാരുതി വണ്ടികളൊക്കെ ഇവിടുന്ന് ഹിസ്റ്ററി നമുക്ക് എല്ലാം കിട്ടും. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്ന് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടിയാ. അടിപൊളി. പിന്നെ ഇതില് പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരും. 4 ടയറും ഏകദേശം ഒരു 95% തന്നെ ഉണ്ട് കേട്ടോ. എന്താ പ്രൈസ് വരുന്നത്? 840 വയ്ക്കുന്നുണ്ട്. കുറയോ? ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ എന്ന് വെച്ചാൽ ഒരു 8 ലക്ഷം റുപ്യ എങ്ങനെ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ ഒരു 40 റുപ്യ നിങ്ങൾ മാക്സിമം ഇവിടെ വന്ന് വണ്ടി കണ്ടിട്ട് ഒരു നെഗോഷ്യബിൾ ആക്കി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ എടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ പൈസ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. മാക്സിമം അതില്ലാണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2018 വണ്ടി ഡീസൽ, പിന്നെ ZDI 840, ഏകദേശം 8 ലക്ഷം രൂപ ലോൺ കിട്ടും. ഫുൾ ലോണും ചെയ്തു തരും. ഇനി ഇതാണെങ്കിലോ? എറ്റിയോസ് ലീവ 2018-19 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. 18-19. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇത് GD ആണ്. പക്ഷേ ഇത് റൂഫൊക്കെ ബ്ലാക്ക് ആക്കിയതാണല്ലേ? 18-19 മോഡൽ വണ്ടി 2018 എത്ര ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ വരുന്നത് 115 ആണ്. ഇത് കാണിക്കുന്നത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ചെക്ക് ചെയ്താണ്ട് വന്നാൽ മതി കേട്ടോ. കിലോമീറ്റർ ജെനുവിൻ പറയുന്നില്ല കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞ റീ വണ്ടികൾക്ക് ഒന്നിനും കിലോമീറ്റർ അത്ര ജെനുവിനിറ്റി നമ്മൾ പറയില്ല, കാരണം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായതുകൊണ്ടല്ലേ. നമ്പർ കാണിക്കുന്നുണ്ട് ഇവിടെ, പേപ്പർ ആയതാണ് KL 57. നിങ്ങൾ ചെക്ക് ചെയ്തെടുത്താൽ മതി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? മേജർ ഒന്നും കാണിക്കുന്നില്ല, ഒന്നുമില്ല. നല്ല സീറ്റ് കവർ ഉണ്ട്, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. 18 വണ്ടി എന്താ വില വരുന്നത്? 18,570 ആണ് ചോദിക്കുന്നത്. ഇത് കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിക്ക് ഡീസൽ GD SP-ക്ക് 5,70,000 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യാം. 25 കിലോമീറ്റർ കൺഫേം മൈലേജ്. 6 ലക്ഷം രൂപ ലോൺ കയറും അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞതിലും കൂടുതൽ പൈസ ലോൺ വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. ഇനി ടിയാഗോ ആണെങ്കിലോ? ടിയാഗോ അല്ല, ടിഗോർ. ടിഗോർ XT വേരിയന്റ് ആണ് വരുന്നത്. ഡീലർ ടീം ലോണിന് വേണ്ടി പേപ്പർ തന്നിട്ടുണ്ട്. ഫുൾ ലോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് കയറ്റി കൊടുത്താണ്. അതെ, മോഡൽ ഏതാ? മോഡൽ 2017 മോഡൽ 17 XT വേരിയന്റ്. നമ്മുടെ ടിയാഗോന്റെ സെയിം ഡിക്കിയുള്ള വണ്ടിയാണ്, വേറെ ഒരു വ്യത്യാസമില്ല. XT എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. കാര്യമായ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെട്രോൾ വണ്ടിയാണ്, അത്യാവശ്യം മൈലേജ്. ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50 ഓട്ടാണ്. ജെനുവിൻ ആണല്ലേ? ഹിസ്റ്ററി കൊടുക്കാം. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് മാത്രമല്ലേ ഉള്ളൂ? ഫ്രണ്ടിൽ 2 ടയർ ഏകദേശം ഒരു 2 അല്ല 4 ടയർ ഏകദേശം 90% ഉണ്ട് അല്ലേ? പുതിയ ടയർ. അതെ അതെ അതെ, ഓടിക്കാൻ പക്ക ജെനുവിൻ, ഒരു കുഴപ്പമില്ല. 17 വണ്ടി എന്താ വില വയ്ക്കുന്നത്? ഇത് 3,400 വെക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കാം അല്ലേ? ഫുൾ ലോൺ ആയിരുന്നു. അടിപൊളി. 3,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ അടിപൊളി ടാറ്റേൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടും. അത് മിസ് ചെയ്യണ്ട. നല്ല നല്ല വണ്ടികൾ നോക്കുന്നവർ, അതും ഈ ബഡ്ജറ്റിലൊക്കെ ഈ സാധനമൊക്കെ ഒരിക്കലും കൂടുതലാണെന്ന് ഞാൻ പറയില്ല. ഫുൾ ലോണും കിട്ടും. 3,25,000 അല്ലേ? ഇനി ബലേനോ ആണെങ്കിലോ? ബലേനോ വരുന്നത് സീറ്റ ഡീസലാണോ പെട്രോൾ? 2017 പെട്രോൾ കേട്ടോ. 17 പെട്രോൾ എത്ര ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ 120 ഓടിയിട്ടുണ്ട്. 120 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ ഹിസ്റ്ററി ഉള്ള വണ്ടി. അതുപോലെ തന്നെ 17 പെട്രോൾ ആയതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ബലേനൊക്കെ അത്യാവശ്യം ഒരു 12 കിലോമീറ്റർ മൈലേജും കിട്ടും. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഇത് ടയർ വാങ്ങലും 90% ഉണ്ട്. വേറെ കാര്യമായ അപാകതകൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. നല്ല സീറ്റ് കവറൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റ് ആയതുകൊണ്ട് കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും ക്ലൈമറ്റ് കൺട്രോൾ AC എല്ലാ സാധനം വരും, അലോയ് വീൽ വരും. എന്തൊക്കെ പ്രൈസ്? ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റ്സ് അയച്ചോട്ടെ, നമ്പറിൽ വിളിച്ചിട്ട് ഡോക്യുമെന്റ്സ് അയച്ചു തരാം.
ഫുൾ ലോൺ നമ്മൾ പറയുന്നുണ്ട്. ഫുൾ ലോൺ കയറോ ഇല്ലേ എന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വലിയ ടോക്കൺ തന്നാൽ മതി. അതെ അതെ. അഡ്വാൻസ് നമ്മൾ ആരുടെ വാങ്ങി വെക്കണില്ല, വെക്കൂല. അത് അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ വണ്ടി ഹോൾഡ് ചെയ്യില്ല എന്ന് തന്നെയാണ്. അതെ അതെ. അഡ്വാൻസ് വാങ്ങി വെച്ചിട്ട് അവരെ ഫണ്ട് നമ്മൾ കയ്യിൽ വെക്കൂല അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ, കാരണം ഇവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുക. ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ, ഫുൾ ലോൺ കയറുമോ എന്നുള്ളത്, എത്ര കിട്ടും എന്നുള്ളത് ഇവർ പറഞ്ഞുതരും. ബാക്കി ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലേ. തീർച്ചയായിട്ടും. വണ്ടിയല്ലേ ഇതൊക്കെ 6.5 ലക്ഷം രൂപ വാല്യുവേഷൻ വരുന്ന വണ്ടിയാണ്. അപ്പൊ എങ്ങനെയായാലും 5.5 ലക്ഷം രൂപ കൺഫേം ആയിട്ട് കയറുന്ന വണ്ടിയാണ്. ഇതിപ്പോ നമ്മൾ എത്ര വില വയ്ക്കുന്നത്? ഇത് 5.60 ചോദിക്കണുള്ളൂ, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അല്ലേ. ഏകദേശം നിങ്ങൾക്ക് ഫുൾ ലോൺ ചെയ്തു തരും. അതിന്റെ മേലെ നിങ്ങൾക്ക് ഒരു ചില്ലറ പൈസ എന്താ പറയുക എണ്ണ അടിക്കാൻ അങ്ങോട്ടും തരും അല്ലേ. 17 സീറ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇനി അൾട്ടിസ് ന്യൂ ഷേപ്പ് അല്ലേ. ന്യൂ ഷേപ്പ് ഇത് ഏതാ മോഡല്? 2017 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 17 റീ അല്ലേ. ഇത് ഓട്ടോ എത്രയാ? ഓട്ടോ കിലോമീറ്റർ വരുന്നത് അറൗണ്ട് 1 lakh അബവ് ഓടിയിട്ടുണ്ട്. 60ഓളം ഓടിയിട്ടുണ്ട്. 17 ഡീസൽ അല്ലേ ഇത്? സർവീസ് ഹിസ്റ്ററി പക്കയുള്ള വണ്ടി പക്കയാണ് അല്ലേ. ഓക്കെ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയണ്ടേ, ഈ ഒരു ന്യൂ ഷേപ്പ് വണ്ടി എടുക്കണം എന്നുള്ളവർക്ക് ഇത് മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ. ജെ ഓപ്ഷനാണ് വരിക. ജെ ആണെങ്കിലും എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവൂലേ. എല്ലാ സാധനങ്ങളും അടിപൊളി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 17 ചോദിക്കുന്നുണ്ട്. എത്ര? 9.5. ഇത് മാക്സിമം കുറച്ചിടും. 9,50,000 കുറച്ച് കൊടുക്കാം മാക്സിമം. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യാം. മാക്സിമം നോക്കും. അടിപൊളി. അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. മാക്സിമം ലോണിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. 9.5 ലക്ഷം രൂപ. അൾട്ടീസ് ഏറ്റവും ന്യൂ ഷേപ്പ് ഡീസൽ വണ്ടി, 17 മോഡലാണ്. കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു സെലേറിയോ വരുന്നത് ഏതാ മോഡല്? ഇത് 2015 AMT വണ്ടിയാട്ടോ. 15 AMT ZXi ആണ് വരിക. ZXi എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. 52,000 സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. എത്രയാ? 52 52 അല്ലേ. 52 കറക്റ്റ് സർവീസ്, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ. മൈലേജും കിട്ടും. കറക്റ്റ് വണ്ടി കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ 17 ഈ ഒരു മോഡലിലേക്ക് വന്ന ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് വണ്ടി എന്നൊക്കെ വേണേൽ പറയാം. അതെ. കിലോമീറ്റർ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. PDF ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നവർക്ക് എടുത്തു കൊടുക്കാം. ടയർ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ നമുക്ക് എന്താ വെച്ചാലേ എടുക്കാൻ പ്രയാസമില്ല. എല്ലാവർക്കും കിട്ടുമല്ലോ. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണം, RC കൊടുക്കണം, റിസ്കുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു കൊടുക്കാത്തല്ല. നമ്മൾ ഇതിൽ മറവിലൊന്നും ചെയ്യുന്നൊന്നുമില്ല. അതെ. അതായത് മൂപ്പര് വളരെ ജെന്യുവനായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ ഏത് വണ്ടിന്റെ വേണമെങ്കിലും. അങ്ങനത്തെ കുറച്ച് കമ്പനികൾ വണ്ടി കൊണ്ടുപോകണം, അല്ലെങ്കിൽ RC ഓണർ പോകണം, അല്ലെങ്കിൽ ഒറിജിനൽ RC ആയിട്ട് കമ്പനി പോകണം. അപ്പോൾ ഇവർക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാമല്ലോ. മാരുതി വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകം എക്സിക്യൂട്ടീവുമാരോട് വിളിച്ച് ചോദിക്കാം. അങ്ങനെ അപ്പൊ പറഞ്ഞൊരു PDF ആണ്, PDF അയച്ചു തരും. അടിപൊളി. അപ്പോൾ സുഖമാണ്, നമുക്ക് എടുത്തു കൊടുക്കാൻ സുഖമാണ്. ഈ പറഞ്ഞ രീതിക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ബാക്കിയുള്ളതാണെങ്കിലും വണ്ടി കേട്ടോ, ക്വാളിറ്റിയുള്ള വണ്ടി. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടാ കൊടുക്കുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് വരും 4.15 നമ്മൾ കുറച്ച് കൊടുക്കും. ഇതിലൊക്കെ നമ്മൾ ഇട്ട പ്രൈസ് നോക്കണ്ട, മാക്സിമം ഡിസ്കൗണ്ട് നെഗോഷ്യബിൾ ആയി കൊടുക്കും അല്ലേ. ഓക്കെ. എന്തായാലും പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ZXi ആണ് കേട്ടോ. VXi ആയിട്ട് കമ്പയർ ചെയ്യരുത്. ZXi എന്ന് പറഞ്ഞാല് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും, ABS വരുന്ന വണ്ടി, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 2 എയർ ബാഗ് വരും, ABS വരും, ബാക്കി ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. AMT ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടി കേട്ടോ. 52,000 ഓടിയേ ഉള്ളൂ. ഓക്കെ. കറക്റ്റ് സർവീസ് ഉണ്ട്, മിസ് ചെയ്യണ്ട കേട്ടോ. കാരണം ഇപ്പൊ നമ്മൾ ഇത്രയും കാണിച്ചതിൽ എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇപ്പൊ കാണിച്ചിട്ടുള്ളൂ. അതെ, ഓട്ടോമാറ്റിക് വണ്ടികൾ നമുക്ക് ധാരാളം ഉണ്ട്. പോളോ ഉണ്ട്, വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് അതിനകത്ത് കുറേ എണ്ണം വരും. ഈ ഒരു എപ്പിസോഡിലെല്ലാം കൂടി കയറാത്തതുകൊണ്ടാണ്. ഇത് 4.15 ചോദിക്കുന്നുള്ളൂ. ഫുൾ ലോൺ കയറില്ലേ? ഫുൾ ലോൺ ചെയ്യാം. 4 രൂപേൻ്റെ ഒക്കെ താഴെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് എടുക്കാൻ പറ്റും. മുപ്പത് മാക്സിമം നിങ്ങൾക്ക് കുറച്ചും തരും. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് ഇത് ZDI ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. ZDI AMT വരും അല്ലേ? AMT. ഓക്കെ. ഇത് എത്ര ഓട്ടോ എത്രയാ? ഇത് വരുന്നത് കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാമല്ലോ അല്ലേ? ഹിസ്റ്ററി ഒക്കെ എടുത്ത് കൊടുക്കാം. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അതെ അല്ലേ. ഓക്കെ. ഫ്രണ്ട് 2 പുതിയ ടയറുണ്ട്. ബാക്കിൽ ആവറേജ് അല്ല, ഒരു 50% കൂട്ടി അത് ഉടനെ തന്നെ മാറേണ്ടി വരും. 1 lakh കിലോമീറ്റർ ഓടിയ 2018 മോഡൽ AMT അല്ലേ. ZDI ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി. ഒട്ടുമിക്ക ബാക്കി ഫീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും. കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ എല്ലാം വരും. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി അല്ലേ. ബോണ്ടൊന്നും എന്തായാലും മാറിയിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ എന്താ പ്രൈസ് വരുന്നത്? ഇതിൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണ്ട് മാറിയിട്ടില്ല കേട്ടോ. എന്തായാലും അത് ഗ്യാരണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 6.85 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കട്ടോ മാക്സിമം. 6.85. സുഖമായിട്ടൊരു 6 ലക്ഷം രൂപ ലോൺ കയറില്ലേ? അതെ, കയറും. ഒരു 85,000 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും.
അത് ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നെഗോഷ്യബിൾ ആണ്. 85 വേണ്ടി വരില്ല കേട്ടോ, നിങ്ങൾക്ക് മാക്സിമം കുറച്ചും തരും. അത്യാവശ്യം മോഡൽ കൂടിയുള്ള ഒരു കിഡ് ഓട്ടോമാറ്റിക് AMT വരുന്ന വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2018 മോഡല് ഓട്ടോമാറ്റിക് വരുന്ന കിഡ് കേട്ടോ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 32,000 സിംഗിൾ ഓണർ, അടിപൊളി. വളരെ ലോ കിലോമീറ്ററിലുള്ള 18 മോഡൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ഫ്രണ്ടിൽ ഏകദേശം ആ 32 ഓടി ടയറും, ഫ്രണ്ടിൽ അല്ല ബാക്കിൽ 32 ഓടി ടയറും, ഫ്രണ്ടിൽ 2 പുതിയതും ഉണ്ടല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല സീറ്റ് കവറൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആണ്. റീപ്ലേസ് ഒന്നുമില്ല ഉറപ്പല്ലേ? ഗ്യാരണ്ടി. അടിപൊളി. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 3.25 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കൂടുതലാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം 18 വണ്ടിയിൽ AMT അല്ലേ. അത് നിങ്ങളൊന്നും വന്ന് കണ്ട് സംസാരിച്ചോളൂ കേട്ടോ. അത് മാക്സിമം കുറച്ചൊരു ഈ പാർക്ക് ആൻഡ് സെയിൽ ആകുമ്പോൾ അത് ഓരോ പാർട്ടി, അതായത് ഓരോ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനുള്ള വിലയാണ് ഇടുക. പക്ഷെ നിങ്ങൾക്ക് അത് തീരുമാനിക്കാനും പറ്റൂല അല്ലേ? അപ്പോൾ അത് എന്താ വെച്ചാൽ നമുക്ക് വിളിച്ചിട്ട് ഓരോ കസ്റ്റമർ വന്നിട്ടുണ്ട്, കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരിച്ച് കൊടുക്കാം. അതെന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 3 ഉറുപ്പ്യൻ്റെ ഉള്ളിലൊക്കെ കിട്ടേണ്ടതാണ് അല്ലേ? അതെ, മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡിസ്കൗണ്ട് ചെയ്ത് ഫുൾ ഓണും കയറും അല്ലേ? ഫുൾ ഓണും കയറും. ഓക്കെ. ഇനി ഈ കിട്ടാണെങ്കിലോ? ന്യൂ ഷേപ്പ് വരുന്നത് 2020 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. വയനാട് 10,000 വരുന്നത്. വയനാട് വണ്ടി അല്ലേ? ഓക്കെ. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? ഇത് 2020 മോഡൽ കേട്ടോ. ഓട്ടോമാറ്റിക് തന്നെയാ? അല്ലല്ല, മാനുവൽ വണ്ടി കേട്ടോ. പിന്നെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 7/7/2020 ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. ഓട്ടോ എത്രയാ? ഓട്ടോ കിലോമീറ്റർ വരുന്നത് 32,000 സെയിം കിലോമീറ്റർ അല്ലേ? ഓക്കെ. 20 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം. ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏകദേശം 3 കിഡ് അവിടെ ഉള്ളത്. കിഡിലും ഏകദേശം 32,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഒന്നുമില്ല. 4.10 വില പറഞ്ഞേ? അതെ. കുറയൂലേ? കുറയും, മാക്സിമം കുറച്ച്. ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓണും കയറ്റി തരും. കിഡിലൊക്കെ നമ്മൾ ഫുൾ ഓൺ കയറ്റി കൊടുക്കട്ടോ. അതെ. ഇതൊക്കെ നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടി. 32,000 ഓടിയോ ഉള്ളൂ നോക്കണ്ട. നമ്മുടെ അടുത്ത് വാറണ്ടി ഇല്ലാന്ന് നോക്കണ്ട. വാറണ്ടിന്റെ പേയ്മെന്റ് നമ്മൾ കുറച്ച് കൊടുക്കും. ആ പേയ്മെന്റിൽ തന്നെ നമുക്ക് ഒരു 3-4 സർവീസ് നമുക്ക് വെറുതെ ചെയ്യാനും പറ്റും ആ പേയ്മെന്റ് ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അധികം ബെനിഫിറ്റ്സ് വരുന്ന വണ്ടി എടുത്താൽ കിട്ടും. 4.10 ചോദിക്കുന്ന വണ്ടി മാക്സിമം നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ കിട്ടാണെങ്കിലോ? ഇത് വരുന്നത് ഏകദേശം 38,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടി. മോഡല് RXL എന്ന് പറഞ്ഞ വേരിയന്റാ വരിക. 4 ഡോർ പാർവിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 ഡോർ വരില്ലല്ലോ, 2 ഡോർ അല്ലേ വരുള്ളൂ? 4 ഡോർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. മോഡൽ ഏതാ പറഞ്ഞേ? ഇത് വരുന്നത് 2018 മോഡൽ. നമ്മൾ നേരത്തെ കാണിച്ച സെയിം വണ്ടി. അടിപൊളി. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ഡോർ എക്സ്ട്രാ പവർ വിൻഡോയും ഉണ്ടാവും. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 60% കൂട്ടിയത്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടി വരുന്നത് കേട്ടോ. ഇതും പാർക്ക് ആൻഡ് സെയിലാണ് അല്ലേ? അപ്പൊ എന്തായാലും റേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് മാക്സിമം കുറച്ച് കൊടുത്തൂടെ? സംസാരിച്ചിട്ട് 2.75 ചോദിക്കുന്നുള്ളൂ. ഇത് കംഫർട്ടബിൾ റേറ്റ് ആണ്. 18 മോഡൽ എന്ന് പറഞ്ഞാൽ 18 മോഡൽ ഓൾട്ടോ 800 ഈ പൈസ കൊടുക്കണമല്ലോ അല്ലേ? പിന്നെ അതാണ് നമ്മൾ ഈ പാർക്ക് ആൻഡ് സെയിൽ വരുമ്പോൾ പലരും വിചാരിക്കും പാർക്ക് ആൻഡ് സെയിലിന് കൊണ്ട് നമ്മൾ വില കൂട്ടി ഇടുന്നതാണ്. ഒരിക്കലും അല്ല. ഇപ്പൊ നമ്മൾ 2018 ഈ സെയിം വണ്ടി കാണിച്ചു 3,20,000 രൂപയ്ക്ക്. അതൊരു കസ്റ്റമറിന്റെ വിലയാണ്. ഇത് ആ സെയിം സാധനം 18 മോഡൽ തന്നെ. ഇത് 2.75 ഉള്ളൂ. അത് വേറൊരു കസ്റ്റമറിന്റെ വിലയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, മാനുവലാണ്. രണ്ടും ഡിഫറെന്റ് ഉണ്ട്. ഇത് 2.75 ചോദിക്കുന്നുള്ളൂ. ഇത് മാക്സിമം ഇനിയും കുറച്ച് കൊടുക്കുന്നുണ്ട്. ഫുൾ ഓൺ കയറും, ഫുൾ ഓൺ എബോവ് കയറും. അതാണ് കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അത് ഞാൻ കേട്ടോ. ഈ 3 കിട്ടുന്ന റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടി ആണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല വണ്ടി 2,75,000 ഫുൾ ഓണിൽ മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു പൈസ കുറച്ചും തരും കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ശരിക്കും ഈ ഒരു പുത്തൻ വെൻഡോ കിടക്കുന്നുണ്ട് അല്ലേ? ഇത് ഏതൊക്കെ മോഡല്? ഇത് 2015 മോഡലാണ്. 15 അടിപൊളി കേട്ടോ. അതായത് അത്രയും നീറ്റ് വണ്ടിയാണ്. അത് മാത്രമല്ല 4 അലോയ് വീല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 10-35,000 രൂപ വിലയുള്ള അലോയ് വീലാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരു പോറൽ പോലും ഇല്ല. DSG ആണ് അല്ലേ? 4.99 ചോദിക്കുന്നതാണ്. എത്ര? 4,99,000 രൂപ. 4.99 കൊടുക്കും നിങ്ങളിത്? 4.99. DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടി. അതെ. ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? ഡീസൽ. എത്ര ഓടിയുണ്ട്? ഇത് വരുന്നത് കിലോമീറ്റർ 1,25,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ്, സിംഗിൾ ഓണർ. ഇസ്ത്രി എടുത്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതായത് നമ്മുടെ പോളോയില് GT എന്ന് പറയുന്ന സെയിം സാധനം അല്ലെ? സെയിം ഗിയർ ബോക്സ് വരുന്നത്. അതും ഡീസൽ ആകുമ്പോൾ കുറച്ചും കൂടി പവർ ആൻഡ് പെർഫോമൻസും മൈലേജും കൂടും. ഉപയോഗിച്ച ആളുകൾക്ക് വേറെ ഉപയോഗിക്കാൻ കഴിയൂല. നല്ല ക്വാളിറ്റി. കാരണം ഈ ഒരു പ്രൈസിലും ഈ ഒരു ക്വാളിറ്റിയുള്ള വേറൊരു വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ പ്രീമിയത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉപയോഗിച്ച് ഫുൾ ഓൺ ചെയ്യാം അല്ലേ? 4.99 2015 ഈ സാധനത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക? ഒരു റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വണ്ടി. ഇത് ഹൈ ക്വാളിറ്റി അല്ല, അതിന്റെ മേലെയുള്ള വണ്ടിയാണ്. അതിന്റെ ഫ്രണ്ടൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലേശം പൊടി ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ഒരു കാരണവശാലും ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. അത്രയ്ക്കും കിടിലൻ പ്രൈസിലാണ് ഇത് കിട്ടുന്നത്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? 4,99,000.
ഡിസ്കൗണ്ട് ഫുൾ ലോൺ. ഫുൾ ലോൺ. അടിപൊളി. DSG ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ കാർക്കാടിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. ഇവർ ഈ ഒരു മേളേൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണ് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അവസാനത്തെ വണ്ടി കേട്ടനാണ്. ഏതാ മോഡൽ? 2014-15 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. 14-15 വണ്ടിയാണ്. കേട്ടൻ VXI ആണ് അല്ലേ? VXI ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 88,000 കിലോമീറ്റർ ഓടി. 88,000. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിപ്പമുള്ള വണ്ടിയാണ് അല്ലേ? കറക്റ്റ് സർവീസ് ഉണ്ട്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, സെക്കൻഡ് ഓണർ, ഒരു ഡോർ എന്തോ റീപ്ലേസ് ഉണ്ട്. അത് നമുക്ക് ഹിസ്റ്ററി ഒക്കെ എടുത്തു കൊടുക്കാം. ചെയ്തു. പിന്നെ വേറെ ഒരു അപാകതയില്ലല്ലോ? ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് ഫുൾ ലോൺ ചെയ്യുന്ന ഒരു വണ്ടി. ഫുൾ ലോൺ. എത്ര വില ചോദിക്കുന്നത്? 2.30 ചോദിക്കുന്നുള്ളൂ. കുറച്ച് കൊടുക്കുന്നത്. എത്ര? 2,30,000. അതായത് 2014 ഇതിന്റെ പഴയ മോഡൽ വണ്ടിക്ക് 2.40 വരെ ചോദിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ആ സമയത്താണ് നിങ്ങൾക്ക് 2014-15 ന്യൂ ഷേപ്പ് വണ്ടി 2.30 വരുന്നത്. അതും നെഗോഷ്യബിൾ ആണ് അല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കൂലേ? പിന്നെ ഫുൾ ലോണും കയറും കേട്ടോ. ഈ സാധനം ഒന്നും നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കേണ്ട മിസ് ചെയ്യരുത് കേട്ടോ. ഈ അവക സാധനങ്ങൾ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ വല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്പോൾ സാബിത്ഖാനെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, വീഡിയോൻ്റെ മേൽഭാഗത്ത് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗിലെ ലിങ്ക് അടക്കം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ വേറെയും ലോ ബഡ്ജറ്റ് കാണിക്കാം. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തൊരു എപ്പിസോഡ് വീണ്ടും വരും. അതിൻ്റെ അകത്തും കുറേ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. അത് കാണാൻ മറക്കണ്ട. അതിൻ്റെ ചെയ്തേക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും പെരുന്നാളിനുള്ളിൽ ഇവിടെ വന്നാൽ മാക്സിമം ഡിസ്കൗണ്ടിൽ വണ്ടി എടുക്കാൻ പറ്റും. മിസ് ചെയ്യണ്ട. അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും